രാമേന്ദ്രൻ, വളരെ കൗതുകരവും വിചിത്രവുമായിട്ടുള്ള ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. കാരണം ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്നത് കോൺഗ്രസ്സാണ്. എന്നാൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പലയിടങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ കേസിൽ ഡൽഹി കോടതി കേജ്രിവാൾ അടക്കം 21 പ്രതികളെയും വെറുതെ വിട്ടു എന്ന നിലക്കാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പം അതിൻ്റെ കേസും അതിൻ്റെ ന്യായ കാര്യങ്ങളൊക്കെ വേറെ നിൽക്കട്ടെ, നമുക്ക് അതിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. അതെ, രാഷ്ട്രീയം ഈ കെജ്രിവാളിൻ്റെ ഈ തിരിച്ചുവരവ് കോൺഗ്രസിന് കിട്ടുന്ന തിരിച്ചടിയാണ്. BJPയെ സംബന്ധിച്ച് വിഷയമൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ശീഷ് മഹൽ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളുണ്ടല്ലോ ഇയാളുടെ ധാരാളം. ഈ അഴിമതി അല്ലാത്ത ഇയാളുടെ മൊഹല്ല ക്ലിനിക്കുകളിൽ നിന്നും വെള്ളമില്ല, പൊല്യൂഷൻ അല്ലേ, യമുനയിൽ മലിനം ആകുന്നത്, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസിൻ്റെ പേരിൽ ജനങ്ങൾ വെറുത്തിട്ടാണ് അവിടെ BJP അഭൂതപൂർവമായ തിരിച്ചുവരവ് അല്ലേ, വലിയ ഭൂരിപക്ഷത്തിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. BJP അവിടെ വേരുറപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഈ കെജ്രിവാൾ നശിച്ചുപോയി എന്ന് വിചാരിച്ച് തിരിച്ചു വരാം എന്ന് കോൺഗ്രസ് വിചാരിച്ചിരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും ഗോവയിലും ഈ ഗുജറാത്തിലുമൊക്കെ ആപ്പ് ചെറിയ തോതിൽ വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ കെജ്രിവാളും ആപ്പും നശിച്ചുപോയി, നമുക്ക് വീണ്ടും തിരിച്ചു വരാം എന്ന് കോൺഗ്രസ് വിചാരിച്ചിരുന്നു. ആ മോഹത്തിനാണിപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒരക്ഷരം ഈ കേസ് വിധിയെപ്പറ്റി പറഞ്ഞില്ല. കാരണം ധരിച്ചിരിക്കുകയാണ് അവരിത് പ്രതീക്ഷിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഈ അറസ്റ്റ് കാലത്ത്, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കാലത്ത് കെജ്രിവാളിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നു ഇല്ലേ, ആ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് രാംലീല മൈതാനി ഉൾപ്പെടെയുള്ള റാലികളിൽ ഇവർ പങ്കെടുത്തിരുന്നു, കോൺഗ്രസും പങ്കെടുത്തിരുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് അക്കാലത്ത് പറഞ്ഞിരുന്നു. എന്നിട്ട് സൊറന്റെ ഭാര്യയെ, കെജ്രിവാളിന്റെ ഭാര്യയൊക്കെ റാലിയിൽ കൈപിടിച്ച് ഒരുമിച്ചുണ്ടായിരുന്നില്ലേ, സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും ഒക്കെ. എന്നിട്ട് അന്ന് പറഞ്ഞു CBIയെ ദുരുപയോഗം ചെയ്യുകയാണ് സർക്കാർ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം എന്താ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത്? അതായത് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു, CBIയെ മിസ്യൂസ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? 2022 മധ്യത്തിൽ ഡൽഹി കോൺഗ്രസ് പ്രസിഡന്റ്, അവിടുത്തെ PCC പ്രസിഡന്റ് അനിൽ ചൗധരി ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർക്ക് ഒരു പരാതി കൊടുത്തു. ആ പരാതിയിലാണ് ഈ മദ്യനയം മാറ്റം, അത് കോഴം മേടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, CBI അന്വേഷണം ഇതിൽ വേണം എന്ന് പറഞ്ഞിട്ട് ലഫ്റ്റനന്റ് ഗവർണറെ സമീപിക്കുന്നത് BJP അല്ല, കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റ് അനിൽ ചൗധരിയാണ്. അപ്പോൾ ഈ കേസ് ആദ്യം മുമ്പോട്ട് കൊണ്ടുവരുന്നത് കോൺഗ്രസ് ആണ്, അന്വേഷണം ആവശ്യപ്പെടുന്നതും കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പിന്നെ ആ CBI അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ ആ CBI അന്വേഷിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ തെറ്റാണെന്ന് പിന്നീട് കോൺഗ്രസ് പറയുന്നതിന് ഇരട്ടത്താപ്പല്ലേ, രാഷ്ട്രീയ പാപ്പരത്വമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആപ്പ് ഇന്ത്യ മുന്നണിയിൽ വന്നു. പലപ്പോഴും അവർ തമ്മിലുള്ള ചർച്ചകൾ ശരിയാവുന്നുണ്ടായിരുന്നില്ലല്ലോ. ഡൽഹി തെരഞ്ഞെടുപ്പ്, ഹരിയാന തെരഞ്ഞെടുപ്പ് ഒക്കെ വെവ്വേറെ നിൽക്കുന്ന ഗതിയൊക്കെ വന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആപ്പ് ഇന്ത്യയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ അറസ്റ്റിലാകുന്നത് ഇയാൾ. അപ്പോൾ അന്വേഷണത്തിന് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കോൺഗ്രസ് തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അന്വേഷണത്തിന് കോൺഗ്രസ് അനുകൂലിച്ചു, അറസ്റ്റിനെ എതിർത്തു. അന്വേഷണം കൊണ്ടല്ലേ അറസ്റ്റ് വന്നത്, പക്ഷെ അറസ്റ്റിനെ എതിർത്തു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഇതാണ് ഈ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ചർച്ച നടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസും ആപ്പും തമ്മിലുള്ള സീറ്റ് ധാരണ ഒരിടത്തും എത്തിയില്ല. സത്യം പൊളിഞ്ഞുപോയി. രണ്ടും രണ്ടായിട്ട് മത്സരിച്ചു.
ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അപ്പോൾ രാഹുൽ ഗാന്ധി അപ്പോൾ പറഞ്ഞു കെജ്രിവാൾ ഈ മദ്യ നയ കുംഭകോണത്തിൽ പെട്ട ആളാണ്, ആൾ അഴിമതിക്കാരനാണെന്ന് അപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞു. വീണ്ടും പറഞ്ഞു. ശീഷ് മഹൽ അഴിമതി ഉണ്ടല്ലോ, ആ കൊട്ടാരം പോലെ ആക്കി എടുത്തത്, അവിടുത്തെ അതായത് ഔദ്യോഗിക വസതിയിൽ പരിഷ്കാരത്തിനായി കോടികൾ ചെലവാക്കി. അതാണ് ശീഷ് മഹൽ, കണ്ണാടി മാളിക എന്ന് അതിന് പേര് വീണത്. ആ അഴിമതിയും രാഹുൽ പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറഞ്ഞു. അപ്പോൾ തോറ്റുപോയി. കോൺഗ്രസ് അപ്പോൾ ആഗ്രഹിച്ചു ഡൽഹിയിലേക്ക് ഇനി നമുക്ക് മടങ്ങാം. ഡൽഹിയിലും ഹരിയാനയിലും പിന്നെ ഗുജറാത്തിൽ ചെറുതായിട്ട് വളർന്നിരുന്നു, ആപ്പ് ഗോവയിലും വളർന്നിരുന്നു, ഇവിടെയൊക്കെ നമുക്ക് കളം പിടിക്കാം. പ്രധാനപ്പെട്ട നീക്കുന്നവരുടെ പഞ്ചാബ് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതെ, പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകണം. പഞ്ചാബിൽ കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്ത്. അപ്പൊ കോൺഗ്രസ് അവിടെയും തിരിച്ചു വരാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ കെജ്രിവാൾ ഇന്നലെ മോചനത്തിന് ശേഷം പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഈ വാചകങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. കെജ്രിവാൾ കോൺഗ്രസിനോട് ചോദിച്ചു, ഞാൻ കോൺഗ്രസിനോട് ചോദിക്കുന്നു, കെജ്രിവാൾ ജയിലിൽ പോയി, റോബർട്ട് വാദ്ര പോയോ? എന്തുകൊണ്ട് പോയില്ല? സഞ്ജയ് സിംഗ്, ഞങ്ങളുടെ സഞ്ജയ് സിംഗ് ജയിലിൽ പോയി, രാഹുൽ ഗാന്ധി പോയോ? എന്തുകൊണ്ട് പോയില്ല? നാഷണൽ ഹെറാൾഡ് കേസൊക്കെ ഇല്ലേ, എന്തുകൊണ്ട് പോയില്ല? കോൺഗ്രസ് എന്തു പറയുന്നു? നാണമില്ലേ എന്ന് കോൺഗ്രസിനോടാണ് ചോദിക്കുന്നത് കെജ്രിവാൾ. അപ്പോൾ കെജ്രിവാളിന് രാഷ്ട്രീയം മനസ്സിലായിട്ടുണ്ട്. കെജ്രിവാൾ ഇപ്പോൾ കോൺഗ്രസിനെതിരാണ്. റോബർട്ട് വാദ്രയ്ക്ക് നാണമുണ്ടോ, രാഹുൽ ഗാന്ധിക്ക് നാണമുണ്ടോ എന്നാണ് ജയിലിൽ വിട്ടയച്ച ശേഷം ചോദിക്കുന്നത്. അപ്പോൾ പഞ്ചാബ്, ഗുജറാത്ത്, ഗോവ തെരഞ്ഞെടുപ്പുകൾ ഇനി വരാനിരിക്കുകയാണ്. പഞ്ചാബിലെ ആപ്പാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമാണ്. അപ്പോൾ ഗുജറാത്തിൽ ആപ്പിന് വളർച്ചയുണ്ട്, ഗോവയിലും വളർച്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിൽ പൊളിയും എന്നുള്ളതാണ് വാസ്തവം. അതാണ് കെജ്രിവാളിൻ്റെ വരവ് കൊണ്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറയുന്നു, ആപ്പ് BJPയുടെ ബി ടീമാണ് എന്ന് പവൻ ഖേര പറയുകയാണ്. മറ്റേ ഒവൈസി എവിടെ നിന്നാലും BJPക്ക് ഗുണം കിട്ടുമെന്ന് പറയുന്നത് പോലെ ആപ്പ് എവിടെ നിന്നാലും കോൺഗ്രസ് തകരും, അതുകൊണ്ട് BJPക്ക് ഗുണം കിട്ടും എന്ന് പവൻ ഖേര ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊള്ളില്ല. ഒന്നുകിൽ നേതൃത്വം മമത ഏറ്റെടുക്കണം, അല്ലെങ്കിൽ സ്റ്റാലിൻ, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഏറ്റെടുക്കണം എന്നൊരു ആരവം മുഴങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആ AI ഉച്ചകോടി നടന്നല്ലോ അവിടെ, അതിനെതിരെ യൂത്ത് കോൺഗ്രസ്സുകാരെ ബെനീനിട്ട് ഇറക്കിയില്ലേ, അതിനെതിരെ കോൺഗ്രസിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ട്, അതും മുഴങ്ങുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെ അകത്തൊരു ഐക്യമൊന്നും കൊണ്ടുവരാൻ സ്വന്തം പാർട്ടിയിൽ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കെജ്രിവാളിന് ചുറ്റും ചിലപ്പോൾ ഈ മൂന്നാം മുന്നണി കൂടി രൂപപ്പെടാനും സാധ്യത. അതായത് എനിക്ക് തോന്നുന്നത്, ഒന്ന് BJPയുടെ പരിപാടി വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നിർവഹിച്ചു. ആപ്പിനെ ഡൽഹിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് അവരവരുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു, നടപ്പിലായി. ആ പദ്ധതികളുടെ ഈ പൈലറ്റ് പ്രൊജക്റ്റ് കോൺഗ്രസിൻ്റെതായിരുന്നു. അത് തിരിച്ചറിയുകയും കോൺഗ്രസിനെതിരെ ആപ്പ് അതിശക്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശംഖനാദമാണ് കേജ്രിവാൾ ഡൽഹിയിൽ നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനെതിരെ, കാരണം കോൺഗ്രസും ആപ്പും തമ്മിൽ ഇനി ഒരിക്കലും സഖ്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ പഞ്ചാബില് ഭരണ പ്രതിപക്ഷങ്ങളായിട്ട് നിൽക്കുകയില്ലേ അവിടെ, അപ്പോൾ ഒരു കാരണവശാലും ഉണ്ടാവില്ല. അതുകൊണ്ട് ചണ്ഡീഗഡ് MP മനീഷ് തിവാരി, അപ്പോൾ കോൺഗ്രസിൽ തന്നെ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരില്ല. ചണ്ഡീഗഡ് MP മനീഷ് തിവാരി കെജ്രിവാളിനെ അഭിനന്ദിച്ചു. മാർഗരറ്റ് ആൽവ ഇതൊരു വ്യാജ കേസാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ആളുകൾ തന്നെ കോൺഗ്രസിൻ്റെ അഭിപ്രായം പങ്കിടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.